Hi dears, today we will be discussing about the RC coupled amplifier. ഈ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്. എന്താണ് ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ടും എമിറ്ററിലോട്ടുമാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ ഭാഗത്തു നിന്ന്, അതായത് കളക്ടറിൽ നിന്നും എമിറ്ററിൽ നിന്നുമാണ് നമ്മളിതിൻ്റെ ഔട്ട് എടുക്കുന്നത്. രണ്ടിലും കോമൺ ഏതാ? ടെർമിനലുള്ള എമിറ്ററുള്ള. സോ ദിസ് ഇസ് എ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. എന്തുകൊണ്ടാണ് നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ തന്നെ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയറിന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ് ഏറ്റവും നല്ല ഗെയിൻ തരുന്നത് അല്ലെങ്കിൽ ഹൈ ഗെയിൻ തരുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ആംപ്ലിഫയർ? നമ്മളുടെ ഈ ഒരു സിഗ്നൽ കണ്ടോ, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതിനെ ഏറ്റവും പീക്കിൽ എത്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂട്ടി എത്തിക്കാൻ പറ്റുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ആംപ്ലിഫൈഡ് വേർഷൻ ഓഫ് എ സ്മോൾ സിഗ്നൽ, അതാണ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇതൊക്കെ ലൗഡ് സ്പീക്കറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ജസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ ബേസ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഈ ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം എന്നറിയാമോ? ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് റീജിയനിലായിരിക്കണം സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ ആക്റ്റീവ് റീജിയനിൽ എങ്ങനെയാണ് ഒരു ട്രാൻസിസ്റ്ററിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ബേസ് എമിറ്റർ കോൺഫിഗറേഷൻ ഫോർവേഡ് ബയാസ്ഡും കളക്ടർ എമിറ്റർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡും ആയിരിക്കണം. അപ്പോൾ ഫോർവേഡ് ബയാസിങ് റിവേഴ്സ് ബയാസിങ്ങും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് പഠിച്ചു വയ്ക്കുക. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡും ഈ കളക്ടർ എമിറ്റർ ജംഗ്ഷൻ എന്തുമായിരിക്കണം? തിരിഞ്ഞു പോയതാണ് കേട്ടോ. കളക്ടർ എമിറ്റർ ജംഗ്ഷൻ എന്തുമായിരിക്കണം? റിവേഴ്സ് ബയാസിങ്ങിലും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതൊരു ആക്റ്റീവ് റീജിയനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇങ്ങനൊരു നല്ല ബയാസിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ R1ഉം R2ഉം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. 2, ബേസ് കപ്പാസിറ്റർ. ഇവിടെ കൊടുത്തിരിക്കുന്ന കപ്പാസിറ്റർ എന്ന് പറയുന്നത്, കപ്പാസിറ്റർ എപ്പോഴും ബ്ലോക്ക് ചെയ്യും. എന്തിനെ? ഡി സി കമ്പോണൻറ്റിനെ, ഒരു സിഗ്നലിൽ ഡി സി കമ്പോണൻറ്റിനെ ബ്ലോക്ക് ചെയ്യുകയും എ സി സിഗ്നലിനെ അത് കടത്തിവിടുകയും ചെയ്യുന്നു. അപ്പോൾ മാക്സിമം എ സി കമ്പോണൻസ് ഈ ബേസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ബേസിലിവിടെ നമ്മൾ എന്ത് വെച്ചേക്കുന്നത്? ഒരു കപ്പാസിറ്റർ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ R1 R2 കഴിഞ്ഞു, ബേസ് കപ്പാസിറ്റർ കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നതാണ് ആർ സി നമ്മളിവിടെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നല്ല ഗെയിൻ കിട്ടണ്ടേ? ഗെയിൻ കൂട്ടി കിട്ടിയാലല്ലേ നമ്മുടെ ആംപ്ലിഫയർ ആയിട്ട് ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇച്ചിരി കൂടെ നല്ല ആംപ്ലിറ്റ്യൂഡ് ഉള്ളൊരു സിഗ്നൽ നമുക്ക് കിട്ടത്തുള്ളൂ. നല്ല ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുന്നത്? കളക്ടർ റെസിസ്റ്റൻസ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ബേസിൽ നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇവിടെ എന്തുണ്ടാവും? വോൾട്ടേജ് കൊടുക്കുന്നതിനനുസരിച്ച് ഒരു കറൻറ്റ് IB ഫോം ചെയ്യും. ഈ IB കാരണം ഇവിടെ എന്തുണ്ടാവും? ICയിലൊരു വേരിയേഷൻ ഉണ്ടാവും. IBയിലുണ്ടാകുന്ന ചേഞ്ച് കാരണം കളക്ടറിലുള്ള കറണ്ടിൽ ചേഞ്ച് ഉണ്ടാവും. ഈ കളക്ടറിൻ്റെ കറൻറ്റായ IC ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കൂടാ? ഇതുവഴിയല്ലേ IC ഫ്ലോ ചെയ്യുന്നത്. ഇവിടുത്തെ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ആ വോൾട്ടേജ് ഡ്രോപ്പ് എന്താവും? ഏറ്റവും നല്ലൊരു വോൾട്ടേജ് അല്ലെങ്കിൽ കൂടിയൊരു വോൾട്ടേജ് ഡ്രോപ്പായിരിക്കും നമുക്കിവിടെ ഉണ്ടാകുന്നത്. ഈ വോൾട്ടേജ് ഡ്രോപ്പാണ് നമ്മൾക്ക് എന്ത് തരുന്നത്? ഒരു ആംപ്ലിഫൈഡ് വേർഷൻ ഓഫ് സിഗ്നൽ തരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഈ RC എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ നമുക്ക് പറയാം. ഇനി ദിസ് ഇസ് ദി കപ്പാസിറ്റർ, കളക്ടർ കപ്പാസിറ്റർ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഔട്ടിൻ്റെ ഭാഗത്ത്, ഇവിടെയാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഔട്ടിൻ്റെ ഭാഗത്താണ് എന്ത് യൂസ് ചെയ്തേക്കുന്നത്? കളക്ടർ കപ്പാസിറ്റർ യൂസ് ചെയ്തേക്കുന്നത്. ഇത് യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ എടുക്കുന്ന ഔട്ടിൽ മാക്സിമം ഉള്ള DCയെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് AC കമ്പോണൻസിനെ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കളക്ടർ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഇവന്മാർ രണ്ടും. അതിൽ ഈ റെസിസ്റ്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി എന്ത് ചെയ്തേക്കുന്നത്? ഫീഡ്ബാക്ക് ടുവേർഡ്സ് ദി ഇൻപുട്ട് സെക്ഷൻ ഇല്ലേ? ഫീഡ്ബാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ RE ചെയ്തേക്കുന്നത്. അതായത് VBയിൽ ചേഞ്ച് ഉണ്ടാകുന്നതിനനുസരിച്ച് IBയിൽ ചേഞ്ച് ഉണ്ടാകുന്നു. IB എന്ന് പറഞ്ഞാൽ ബേസ് കറൻറ്റിൽ ചേഞ്ച് ഉണ്ടാകുന്നു. ബേസ് കറൻറ്റിൽ ചേഞ്ച് ഉണ്ടാകുന്നത് വഴി IC ചേഞ്ച് ചെയ്യുന്നു. IC ചേഞ്ച് ചെയ്യുന്നത് വഴി RCയിലുള്ള ഡ്രോപ്പ് ചേഞ്ച് ചെയ്യുന്നു. ഈ ഭാഗത്തുണ്ടാകുന്ന ഡ്രോപ്പിൻ്റെ ചേഞ്ച് കാരണം എമിറ്ററിൻ്റെ ഭാഗത്തും എന്തുണ്ടാവുന്നു? ഒരു ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ എന്തോ പ്രശ്നം? ഈ ഡ്രോപ്പ് എന്ത് ചെയ്യപ്പെടുന്നു? തിരിച്ച് ഫീഡ്ബാക്ക് ചെയ്യപ്പെടുകയാണ്. എവിടേക്ക്? നമ്മുടെ ഇൻപുട്ടിൻ്റെ സൈഡിലേക്ക്, ഇൻപുട്ട് സെക്ഷനിലേക്ക് തിരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുക. ക്ലിയർ ആണോ?
അപ്പോൾ ഈ RE എന്താ ഇവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റെബിലൈസേഷൻ ആണ് ചെയ്യുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ആ ഭാഗത്ത് ആ REയുടെ അവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് തിരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുക. ഇനി ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഈ കപ്പാസിറ്ററിൽ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് തിരിച്ച് ഈ ഇൻപുട്ട് സെക്ഷനിലേക്ക് പോകാതെ ഇതുവഴി ബൈപ്പാസ് ചെയ്ത് കറങ്ങി എങ്ങോട്ട് പോകാൻ, ഗ്രൗണ്ടിലേക്ക് പോകത്തക്ക വിധത്തിലാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്തേക്കുന്നത്, ഈ എമിറ്റർ കപ്പാസിറ്റൻസ് ഇവിടെ കറക്റ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നു. അപ്പം ഇത്രയാണ് ഇതിനകത്ത് ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതെന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസ് ആണ്, ഇതുവഴിയാണ് നമ്മൾ ഔട്ട് എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതെന്തുകൊണ്ട് തിരിച്ച് വരച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട് ഇവിടെ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ. അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന സിഗ്നലിൻ്റെ ഉൾട്ടയാക്കി തിരിച്ച് വരച്ചേക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആൻ RC കപ്പിൾഡ് ആംപ്ലിഫയർ ഈ ഒരൊറ്റ ഇക്വേഷനിൽ നമുക്ക് പഠിക്കാം. XC = 1/2πf. ലോ ഫ്രീക്വൻസിയിലാണെങ്കിൽ ഈ എഫ് ലോ ആണെങ്കിൽ XC ഹൈ ആണ്. XC ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിൻ്റെ റിയാക്റ്റൻസ് ഹൈ ആണ്. അതായത് കപ്പാസിറ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്പിഡൻസ് എന്താണ്, ഹൈ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അങ്ങനെ ഹൈ ആയിട്ടുള്ള ഒരു ഇമ്പിഡൻസ് കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ഇവിടെ ഗെയിൻ റെഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ എന്താണ്, ഗെയിൻ കുറവാണ്. ഇങ്ങനെ ഓർക്കുക, ഫ്രീക്വൻസി ലോ ആണെങ്കിൽ കപ്പാസിറ്റൻസ് റിയാക്റ്റൻസ് ഹൈ ആയിരിക്കും. റിയാക്റ്റൻസ് ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പ്രൊവൈഡിങ് ഹൈ ഇമ്പിഡൻസ്. ആരുടെ കാര്യം പറയുന്നത്, കപ്പാസിറ്റർ. CBയും CCയുടെയും അവിടുത്തെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. ഇറ്റ് വിൽ ബി റെഡ്യൂസിങ് ദി ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ. രണ്ടാമത്തെ കേസ് മിഡ് ഫ്രീക്വൻസിയിലാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു മീഡിയം ഫ്രീക്വൻസിയിലാണെങ്കിൽ നമുക്കൊരു മീഡിയം ടൈപ്പ് ഓഫ് ലോ ഇമ്പിഡൻസ് ആയിരിക്കും കിട്ടുന്നത്. ഇറ്റ് വിൽ ബി പ്രൊവൈഡിങ് എ ഹൈ ഗെയിൻ. അതുകൊണ്ടാണ് മീഡിയം ഫ്രീക്വൻസിയിൽ നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു ഹൈ ഗെയിൻ ആയിട്ടുള്ള സിഗ്നൽ കിട്ടുന്നത്. ഇനി ഹൈ ഫ്രീക്വൻസി നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ ഫ്രീക്വൻസി ഹൈ ആവുമ്പം സത്യത്തിൽ ഇവിടുത്തെ കപ്പാസിറ്റൻസ് ലോ ആവുക. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പിഡൻസും അന്നേരം ലോ ആവുക. പക്ഷേ ഇവിടെ വേറൊരാൾ വില്ലനായിട്ട് നിൽപ്പുണ്ട്. അതായത് നമ്മുടെ ഈ ട്രാൻസിസ്റ്ററിനകത്ത് തന്നെ എന്തുണ്ടടാ, രണ്ട് തരത്തിലുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള കപ്പാസിറ്റൻസും സ്ട്രേ കപ്പാസിറ്റൻസും ഉണ്ട്. എന്തൊക്കെയുണ്ട്, ഇൻറ്റേർണൽ കപ്പാസിറ്റൻസും സ്ട്രേ കപ്പാസിറ്റൻസും ഉണ്ട്. അത് അവിടെ ചതിക്കും. അവിടെ അവന്മാരെന്ത് ചെയ്യും, അങ്ങനെ ആ രണ്ട് സാധനങ്ങളുള്ളതുകൊണ്ട് അവിടെ ഗെയിൻ കുറവായിരിക്കും. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഇവിടെ വോൾട്ടേജ് ഗെയിനാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്, ഇവിടെ ഫ്രീക്വൻസിയാണ്. ലോ ഫ്രീക്വൻസിയിലാണെങ്കിൽ ഇമ്പിഡൻസ് ഹൈ ആയിരിക്കും, ആ സമയത്ത് നമ്മുടെ ഗെയിൻ കുറവാണ്. ഹൈ ഫ്രീക്വൻസി വരുന്ന സമയത്തും ഇമ്പിഡൻസ് ലോ ആണ്. പക്ഷേ എന്ത് സംഭവിക്കും, സ്ട്രേ കപ്പാസിറ്റൻസും ഇൻറ്റേർണൽ കപ്പാസിറ്റൻസും കാരണം ഗെയിൻ കുറയും. ലോ ഫ്രീക്വൻസിയിൽ ഹൈ ഇമ്പിഡൻസ് കാരണം ഗെയിൻ കുറയും. പക്ഷേ മിഡിൽ ഫ്രീക്വൻസിയിൽ എന്ത് കിട്ടും, നമുക്കൊരു മാക്സിമം വാല്യൂ ഓഫ് ഗെയിൻ നമ്മൾക്ക് കിട്ടും. അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ ഈ ഫ്രീക്വൻസി റേഞ്ചിനെയാണ് എന്തെന്ന് പറയുന്നത്, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഒരു 9 മാർക്ക് നമുക്ക് കിട്ടും.